എല്ലാവർക്കും നമസ്കാരം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. പുറമേ ക്രിസ്പി ആണെങ്കിലും ഉള്ളിൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്നൊരു പലഹാരമാണിത്. വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള 4 നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് മൈദപ്പൊടി, 1.5 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് ബ്രെഡ് പൊടിച്ചത്, പിന്നെ കുറച്ച് നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. പഴം ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കട്ടി കൂടുതലാണ് കട്ട് ചെയ്തതിന്, കാരണം നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതിൽ ഇത്തിരി ഭാഗം മൈദപ്പൊടിയും ബ്രെഡ് പൊടിയും പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് പഴവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഇത്രയും പഴം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൽ നിന്ന് എല്ലാം കൂടെ നമ്മൾ കുറച്ച് ഭാഗം ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. പിന്നെ കുറച്ചുകൂടെ ബ്രെഡ് പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇത് കുറച്ചുകൂടെ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊടിയുടെ ആവശ്യമുണ്ട്. പിന്നെ ഇതിപ്പോൾ ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ ബ്രെഡ് തന്നെ എടുക്കണമെന്നില്ല. സാധാരണ ബ്രെഡ് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഗോതമ്പിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഈ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ആ നെയ്യ് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇത്തിരി ആവുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഇതുപോലെ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ഇനി ഇത്തിരി കൂടി നിങ്ങളുടെ ലൂസായിട്ടാണുള്ളതെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതുപോലെ ഇത്തിരി നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ഈ ബ്രെഡ് പൊടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റ് ഏത് രീതിയിലാണോ വേണ്ടത്, ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. റൗണ്ട് ആണെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഷേപ്പിലാണ്, നീളത്തിൽ ഇതുപോലെയുള്ള ഒരു ഷേപ്പിലാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കുറച്ചുകൂടെ കട്ടിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല വളരെ തിന്നായിട്ടാണെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇത്രയും എടുത്തിട്ട് ഇതുപോലെ നീളത്തിലാണ് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് കുറച്ചായിട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ഷേപ്പിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എണ്ണ ചൂടാവാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ടാവണം. നമുക്ക് ഒന്ന് തിരിച്ചു നോക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി മെല്ലെ നമുക്കിതെല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്.
രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിനി ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും അറിയിക്കുക. താങ്ക്